ഒരുപാട് മാനസിക പ്രയാസങ്ങളിലൂടെയാണ് ഈ ചിരിക്കുന്നതും കളിക്കുന്നതും വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളെ മുമ്പിൽ വരുന്നത്. ഇനി എത്ര നാൾ ഒന്നും അറിയില്ല. ഉള്ളിടത്തോളം കാലം എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുക. ഞാനും സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പ്രിയമുള്ളവർ, എല്ലാവർക്കും നമസ്കാരം. മിർസാഫ്സൽ യൂനുസക്കറിയ, ഷാനു മിർസട്ടോ. തംബ്നൈലിൽ കണ്ട പോലെ യൂട്യൂബ് ചാനൽ നിർത്തുന്നു. വിഷയത്തിലേക്ക് വരാം. മോന് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. യൂട്യൂബിൽ 1000 സബ്ബായിട്ടുണ്ട്. വളരെ പെട്ടെന്നാണ് ആയത്. ഇനിയിപ്പോൾ 4000 മണിക്കൂർ വേണം വാച്ച് അവർ ആകാൻ. അപ്പോൾ അവൻ നോക്കിയാൽ എങ്ങനെ ആവില്ല. അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തുകയാണ്. നിർത്തട്ടെ, അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയേണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വശങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. മോനെ ഒന്നുകൂടി പരിചയപ്പെടുത്താം അറിയാത്തവർക്കായിട്ട്. ഷാനുവിന് ഒരു 10 വർഷം മുമ്പ് ബ്രെയിൻ ട്യൂമർ വന്നിട്ട് ഒരു സർജറി കഴിഞ്ഞതാണ്. ഒരു മേജർ സർജറി, ബ്രെയിൻ ഓപ്പൺ ആക്കിയിട്ട്. അപ്പോൾ അന്ന് ക്ലിയോമ എന്ന് പറഞ്ഞാൽ ക്യാൻസർ ട്യൂമറാണ്. ക്യാൻസർ സാധ്യത 99% ട്യൂമർ. സർജറിയുടെ സമയത്തിന് മുമ്പായിട്ട് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. ലെഫ്റ്റ് സൈഡ് ആകെ വീക്കായിരുന്നു. ആശുപത്രിയിൽ കൂടി ഞാൻ വലിച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോയത്. ചെരുപ്പൊന്നും കാലിൽ നിൽക്കില്ലായിരുന്നു. സത്യസായി ആശുപത്രി, ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിൽ വെച്ചിട്ടാണ് സർജറി കഴിഞ്ഞത്. അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 3 വർഷം കഴിഞ്ഞാൽ സർജറി വീണ്ടും ചെയ്യണം, തുടരെ 2-3 സർജറികൾ ചെയ്യേണ്ടി വരും. കാരണം അത് അങ്ങനത്തെ ഒരു ട്യൂമറാണ്, പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൂടെ എല്ലാവരും ഇപ്പോൾ 10 വർഷമായി, കൂടെ എല്ലാവരൊക്കെ 2-3 സർജറി കഴിഞ്ഞു. അവൻ്റെ കൂടെ അന്നുണ്ടായിരുന്നവർ. ഷാനുവിന് ഇന്ന് വരെ അങ്ങനത്തെ ഒരു സർജറി വീണ്ടും ചെയ്യേണ്ടി വന്നില്ല. വരാതെ വെക്കട്ടെ. വർഷം ഞങ്ങൾ പോകുന്നുണ്ട്, ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത മാസം ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ആ ഒരു എന്താ പറയുക, പ്രയാസത്തിലും വിഷമത്തിൽ ഭീതിയിലൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കാരണം അത് വരാതെ, എങ്ങനെയെങ്കിലും ഇത് വരരുത് എന്നുള്ളതാണ്. ഏത് സമയം വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കൈ ബൈക്കിൽ നിന്ന്, സ്കൂട്ടിയിൽ നിന്ന് വീണതാണ്. ഈ ഒരു കയ്യിനാണ് പ്രശ്നം. ഇതുണ്ടോ, ഇവൻ്റെ കൈ ഒന്നും, ഈ വിരലുകൾക്കൊന്നും എന്താ പറയുക, ബലമല്ല. അന്ന് സർജറിയിൽ നിന്ന് അത്ര മാത്രമേ അവനക്ക് സൈഡ് എഫക്റ്റ് വന്നിട്ടുള്ളൂ. കൈ പൊക്കാനൊന്നും കൂടുതൽ പറ്റില്ല. എന്നാലും വയനാട്ടിൽ മലബാർ ബേക്കറി പനമരത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഫാമിലിയായിട്ട് അവിടെ താമസിക്കുന്ന 2 കുട്ടികളുണ്ട്, സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഈ കൈകൊണ്ട് എല്ലാ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ഉള്ളിൽ ഭയങ്കര ഭീതിയാണ്. കാരണം ഇത് അങ്ങനത്തെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ട്യൂമറാണ്. ഏത് സമയവും വരാം. അങ്ങനത്തെ ഒരു, കാരണം പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ പറ്റാത്ത. അപ്പോൾ പിന്നെ അന്ന് സർജറി കഴിഞ്ഞ സമയത്ത് അന്ന് പറഞ്ഞിരുന്നു, സർജറിക്ക് മുന്നോടിയായിട്ട് ഡോക്ടർ പറഞ്ഞു, ഒരു സൈഡ് എഫക്റ്റ് വരും, ഒരു സൈഡ് തളർന്നു പോകും, കൊമ സ്റ്റൈലിലേക്കായി പോകും, അതല്ലെങ്കിൽ കണ്ണ് പുറത്തേക്ക് വരും, നാവ് നീണ്ടു വരും, അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞങ്ങൾ കോഴിക്കോട് കാണിച്ച സമയത്ത്, കോഴിക്കോട് പിന്നെ മിംസിലല്ലേ ഒരു ഡോക്ടർ ജേക്കബ് പാലപ്പാട്ട് അന്ന് പറഞ്ഞത്, എന്നോട് ചോദിച്ചത്, നിങ്ങൾക്ക് എത്ര മക്കൾ? 2. ഒരാൾ മതി ഉള്ളൂ, ഒരാളെ ഉണ്ടാവുള്ളൂ, സർജറിയോട് കൂടിയിട്ട് പ്രയാസത്തിലേക്കാ നീങ്ങുക, ഇങ്ങനെ വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്നോട് സംസാരിച്ചാണ്. പക്ഷെ അന്നൊരു 3.5 ലക്ഷം റുപ്യ കെട്ടിയേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് സർജറി ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് 5 പൈസ ഇല്ലായിരുന്നു. അങ്ങനെയാണ് സത്യസായി ആശുപത്രിയിൽ എത്തുന്നത്. പിന്നെ കുറേ ആളുകളും പ്രവാസികളൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ സർജറി കഴിഞ്ഞ് വന്നു. ഫിസിയോ ചെയ്തപ്പോൾ അന്ന് കിട്ടിയ പൈസ കൊണ്ട് ഫിസിയോ ചെയ്തിട്ട് പരിപൂർണതയിലേക്ക് ഈ ഒരു വീക്ക് മാറിക്കൊണ്ട് നിൽക്കുമ്പോൾ എല്ലാ രീതിയിലുള്ള സാമ്പത്തികം എല്ലാം ഇല്ലാതായപ്പോൾ പിന്നെ അവിടുന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട, അന്ന് അങ്ങനെ 10 വർഷം മുമ്പ് ഒരു സാഹചര്യം വന്നു. അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് അന്ന് കവർ ചെയ്ത് പോകേണ്ടിയിരുന്നു. പക്ഷെ അന്ന് സർജറി ചെയ്തതിന് ശേഷം ഈ സൈഡ് എഫക്റ്റ് പറഞ്ഞ പോലെ ഷാനുവിന് വന്ന സൈഡ് പറഞ്ഞാൽ മൈൻഡാണ്. ഡോക്ടർ പറഞ്ഞിരുന്നു കൗൺസിലിംഗ് വേണം. അപ്പോൾ ആ ഒരു 2-3 മാസം ഒരു വല്ലാത്തൊരു കണ്ടീഷനായിരുന്നു അവന്. കാരണം ആളുകൾക്കൊക്കെ സത്യം പറഞ്ഞാൽ അവനോടും എന്നോടും വെറുപ്പായി. കാരണം അവൻ ഇങ്ങനെ പോകുന്നതും വരുന്നതും ചെയ്യുന്നതും പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇത്രയും വലിയൊരു സർജറി കഴിഞ്ഞ് ഇത്രയും നാട്ടുകാരൊക്കെ ഹെൽപ്പ് ചെയ്ത് സഹായിച്ച എന്താണിതിങ്ങനെ, പലരും എന്നെ കുറ്റപ്പെടുത്തി. അന്ന് പലരും എന്നോട് മിണ്ടാതായി. പക്ഷെ ഞാൻ പറയുന്നുണ്ട്, ഇങ്ങനെ സംഭവമാണ്, അത് പറഞ്ഞിരുന്നു, അത് കുറച്ച് കഴിഞ്ഞാൽ കവറായി വരും. അന്നെന്തോ സർജറിയുടെ മരുന്ന് എന്തോ പ്രശ്നമാണ്, അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവൻ അതിൽ കവറായി വന്നിട്ട് അവൻ തന്നെ ജോലി ചെയ്തിട്ട് അവൻ കൊടുക്കാനുള്ള പൈസകളൊക്കെ കടം വീട്ടുക, പള്ളിയിൽ പോകാൻ, നിസ്കരിക്കാനുള്ള കാര്യങ്ങൾ, എല്ലാവർക്കും അവനോട് ഭയങ്കര സ്നേഹമൊക്കെ വന്നു. അതിലേക്ക് തിരിച്ചു വന്നു. ആ വിഷയമല്ല, അപ്പോൾ ആ വിഷയമൊക്കെ കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇവന് ഇങ്ങനൊരു തോന്നൽ, മാനസികമായിട്ട് ഇപ്പോൾ പ്രയാസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് മനസ്സിലാകുന്നുണ്ട്. വളരെ സൈലൻ്റായിട്ട് എവിടെയെങ്കിലും പോയിരിക്കുക, ഫുൾ ടൈം ഫോണിൽ, അല്ലെങ്കിൽ കയ്യിലേക്ക് ഇങ്ങനെ നോക്കുക. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ മക്കളോടൊന്നും അധികം സംസാരിക്കാതിരിക്കുക. അപ്പോൾ മൈൻഡ് വീണ്ടും എൻ്റെ മാനസികമായിട്ട് എന്തോ ഒരു പ്രയാസം എനിക്ക് തോന്നി വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ സോഷ്യൽ മീഡിയയിലേക്ക് വാ,
കുറച്ച് മുമ്പ് നീ വീഡിയോസ് ചെയ്യ്, ബ്ലോഗ് ചെയ്യ്, നീ നിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നീ അതിലേക്ക് വരുമ്പോൾ കുറേ കമൻറ്റും ലൈക്കും വരുമ്പോൾ നിൻ്റെ മൈൻഡ് മാറും. അങ്ങനെയാണ് അതിലേക്ക് വന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനൊരു ഗുളിക ഉണ്ട്, 2 ഗുളിക. ഈ ട്യൂമർ വരാതെക്കാൻ, അവസ്മരം വരാതെക്കാൻ. ഇപ്പോൾ 10 വർഷമായിട്ട് അവൻ കഴിക്കുന്നില്ല. സർജറി കഴിഞ്ഞാൽ 1 വർഷം ഇപ്പുറം ഇവൻ ഇത് കഴിച്ചില്ല. അതെനിക്ക് മനസ്സിലായി. അങ്ങനെ ഡോക്ടറോട് ചെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, അവന് പ്രശ്നമില്ലെങ്കിൽ അവൻ കഴിക്കണ്ട, അവന് സൈഡ് വരികയാണെങ്കിൽ അവൻ കഴിച്ചോട്ടെ, ഗുളിക കൊണ്ടുവരുന്നോട്ടെ. അപ്പോൾ അത്രയും മനസ്സ് കോൺഫിഡൻ്റാണ് അവന്. അതുകൊണ്ടാണ് അവന് രണ്ടാമത്തേത് അത്രയും ഇതിലേക്ക് പെട്ടെന്ന് വരാത്തത്. ആ മൈൻഡിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും പരമാവധി ഇപ്പോൾ യൂട്യൂബ് ചാനൽ നിർത്തുമൊന്നും വേണ്ട, അറിഞ്ഞോ. ഒരു 4000 മണിക്കൂർ വാച്ച് അവറിൻ്റെ പ്രശ്നമേ ഉള്ളൂ. 1000 സബ്ബായിട്ടുണ്ട്. അതിപ്പോൾ എങ്ങനെയൊക്കെ വീഡിയോസ് ഇട്ടുകൊണ്ടൊക്കെ വലിയ ലോങ് വീഡിയോസ്. അപ്പോൾ അതങ്ങനെ കയറി വരും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് മോൻ്റെ ചാനൽ, യൂട്യൂബ് ചാനൽ സബ് ചെയ്യണം. അതുപോലെ തന്നെ അവൻ്റെ വീഡിയോസ് കാണണം. 2 വലിയ വീഡിയോസ് അവൻ എടുത്ത് അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് കണ്ടോക്കി. ട്രാവലിംഗ് വീഡിയോസാണ്. വാച്ച് അവർ കിട്ടുന്നത്ര കിട്ടട്ടെ. അവൻ്റെ വീഡിയോസ് കാണണം. കുറേ ഷോർട്സൊക്കെ ഉണ്ട്. കയറി വരട്ടെ. കയറി വന്നിട്ട് ഈ വലിയൊരു അസുഖത്തിൽ നിന്നും ഇങ്ങനെയെങ്കിലും മാനസികമായിട്ട് കവറായിട്ട് വരട്ടെ. അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. നിനക്കെന്താ പറയല്ലേ? പറഞ്ഞോ. അല്ല, കിട്ടുന്ന പറഞ്ഞോ, എനിക്ക് അറിയുന്ന പറഞ്ഞോ, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞോ, കുഴപ്പമില്ല. പറഞ്ഞോ കുഴപ്പമില്ല, പറഞ്ഞോ. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമൻറ്റൊക്കെ അടിച്ച് ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് മാനസിക പ്രയാസങ്ങളിലൂടെയാണ് ഈ ചിരിക്കുന്നതും കളിക്കുന്നതും വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളെ മുമ്പിൽ വരുന്നത്. ഇനി എത്ര നാൾ ഒന്നും അറിയില്ല. ഉള്ളിടത്തോളം കാലം എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുക. ഞാനും സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എനിക്ക് പറയാൻ. അപ്പോൾ അത്രയൊക്കെ ഒരു പ്രയാസമല്ല ഒരു വാപ്പി മോനാണ്. ഞങ്ങളും ഭയങ്കര കോമഡിയാണ്. ഞാനും എൻ്റെ വൈഫും കോമഡി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞാലല്ലേ, എന്താ പറയുക, ഞങ്ങളോട് ഒരു ചാർലി ചാപ്ലിൻ്റെ ലൈഫാണ് എനിക്ക്. ഒരു 3 വർഷം മുമ്പ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എൻ്റെ മോളൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് 3 വയസ്സാണ്. അപ്പോൾ ഒരു പനി വന്നതാണ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കുട്ടി ഫുൾ ആക്റ്റീവായിരിക്കും, ഏത് സമയം മരണപ്പെടും. പിന്നെ ഒരു 3 വർഷം ഈ കുട്ടീനായിട്ട് കൊണ്ടെടുക്കുക ഞങ്ങൾ. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുള്ള മെഡിസിൻ കാര്യങ്ങളൊക്കെ ഇഞ്ചക്ഷനൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കുട്ടി എന്തായാലും ജീവിതത്തിലേക്ക് എന്താ പറയുക, ഏത് സമയം മരണപ്പെടും. അങ്ങനെ ഇപ്പോൾ മോള് മരണപ്പെട്ടിട്ട് ഇപ്പോൾ 6.5 വയസ്സിൽ മരണപ്പെട്ടു. 1.5 കൊല്ലമായി. അപ്പോൾ ബാംഗ്ലൂർ നിമാൻസിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങുന്നത്, എൻ്റെ ചാനൽ കേട്ടോ. അപ്പോൾ തന്നെ വൈഫിനോട് പറഞ്ഞു നമുക്കിത് എങ്ങനെയൊക്കെ കവറായിട്ട് കൊണ്ടുവരാൻ പറ്റും, നമുക്കൊരു വരുമാനം കിട്ടിയാൽ നമുക്ക് നമ്മളെ മോക്ക് അത് ഉപയോഗിക്കാം. പക്ഷേ എനിക്ക് ചാനൽ മോണിറ്റൈസേഷനായി, ഫേസ്ബുക്ക് മോണിറ്റൈസേഷനായി, എനിക്ക് ചെറിയ വരുമാനം വരുന്നുണ്ട്. പക്ഷെ എൻ്റെ മോക്ക് ആ വരുമാനത്തിൽ നിന്നും ഒരു രൂപ എനിക്ക് ചിലവാക്കാൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമായി. നോക്ക്, എപ്പോഴും എൻ്റെ വീഡിയോ കാണണം, എപ്പോഴും ഏത് സമയം. അതിനുവേണ്ടി ഞാനും എൻ്റെ ഭാര്യ ഇന്നും ആ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഷാനുവിനെ സപ്പോർട്ട് ചെയ്യുക, കൂടെ തന്നെ.